വെൽക്കം ടു ഈസി ഇംഗ്ലീഷ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് പ്രോജക്റ്റ് ടൈഗർ എന്ന ലെസണിലെ ടെക്സ്ച്വൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ഈസി ഇംഗ്ലീഷ് ഓൾറെഡി പ്രോജക്റ്റ് ടൈഗർ എന്ന ലെസൺ 2 പാർട്ടായിട്ട് മലയാളത്തിൽ വളരെ സിമ്പിളായിട്ട് ക്ലാസ് എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ആ വീഡിയോസ് കാണാം, ലിങ്ക് അവിടെ കൊടുക്കാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോസ് പോയി കാണാവുന്നതാണ്. അപ്പോൾ ഇതൊരു വലിയ ലെസൺ ആണ്, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ 22 ടെക്സ്ച്വൽ ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഈ 22 ടെക്സ്ച്വൽ ക്വസ്റ്റ്യൻസും ഒറ്റയടിക്ക് ഞാൻ ഇങ്ങനെ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ മലയാളത്തിൽ പറയുകയാണെങ്കിൽ അതൊരു വലിയ ലെങ്തി വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് 2 പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പാർട്ട് 1 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 തൊട്ടിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 10 വരെ ഉണ്ടാകും. ഓക്കെ, ചില ക്വസ്റ്റ്യനിൽ തന്നെ 2, 3 ഒക്കെ ഉണ്ടാവും. അപ്പോൾ കുറച്ച് ലെങ്തിയാണ്, നിങ്ങൾക്ക് അറിയാം. അപ്പോൾ 1 തൊട്ടിട്ട് 10 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം തന്നെ പാർട്ട് 2 കൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 11 തൊട്ടിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 22 വരെ കാണും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതാണ് ടെക്സ്റ്റിൽ കൊടുത്ത ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഡു യു നോ ദാറ്റ് എ പാരഗ്രാഫ് നോർമലി കണ്ടെയ്ൻസ് എ ടോപ്പിക് സെൻറ്റൻസ് ഇൻ ഇറ്റ്? ഒരു പാരഗ്രാഫിൽ സാധാരണയായിട്ട് ഒരു ടോപ്പിക് സെൻറ്റൻസ് ഉണ്ടാകും എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ എന്നാണ് ചോദ്യം. അപ്പോൾ എന്താണ് ഈ ടോപ്പിക് സെൻറ്റൻസ്? താഴെ പറയുന്നുണ്ട്, അതിനപ്പുറത്ത് പറയുന്നുണ്ട്, ഇറ്റ് ഈസ് ജനറൽ ഇൻ നേച്ചർ. അതൊരു ജനറൽ ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആയിരിക്കും. ആൻഡ് ക്യാൻ ബി എനിവേർ ഇൻ ദ പാരഗ്രാഫ്. പാരഗ്രാഫിൽ എവിടെ വേണമെങ്കിലും എന്ത് വരാം, ഈ ടോപ്പിക് സെൻറ്റൻസ് കടന്നു വരാം. The other sentences in the paragraph support, prove, give examples and present additional information on the topic sentence. അപ്പോൾ ഒരു പാരഗ്രാഫിൽ ഒന്നിൽ കൂടുതൽ സെൻറ്റൻസ് കാണുമല്ലോ സാധാരണയായിട്ട്. അപ്പോൾ ഈ ടോപ്പിക് സെൻറ്റൻസിന് പുറമെ മറ്റുള്ള സെൻറ്റൻസസും ഒരു പാരഗ്രാഫിലുണ്ട്. അപ്പോൾ മറ്റുള്ള സെൻറ്റൻസ് ഒക്കെ എന്താ ചെയ്യുന്നത്, ഈ ടോപ്പിക് സെൻറ്റൻസ് അതൊരു കാര്യം പറയാണല്ലോ, അതിനെ പ്രൂവ് ചെയ്യുകയോ കൂടുതൽ എക്സാമ്പിൾസ് കൊടുക്കുകയോ അതല്ലെങ്കിൽ അഡീഷണൽ ഇൻഫർമേഷൻ കൊടുക്കുകയോ ഒക്കെയാണ് ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സാധാരണ രീതിയിൽ ടോപ്പിക് സെൻറ്റൻസ് ഒരു പാരഗ്രാഫിൻ്റെ ഫസ്റ്റ് സെൻറ്റൻസ് തന്നെ ആയിരിക്കും. അത് ഫസ്റ്റ് സെൻറ്റൻസ് തന്നെ ആയിക്കോളുന്നില്ല, പക്ഷേ സാധാരണയായിട്ട് അങ്ങനെയാണ് വരാറുള്ളത്. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. ഐഡൻറ്റിഫൈ ദ ടോപ്പിക് സെൻറ്റൻസ് ഇൻ ദ ഫസ്റ്റ് പാരഗ്രാഫ്. അപ്പോൾ പ്രോജക്റ്റ് ടൈഗർ എന്ന ലെസണിലെ ഫസ്റ്റ് പാരഗ്രാഫിൻ്റെ ടോപ്പിക് സെൻറ്റൻസ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറയുന്നത്. ആൻസർ ഇതാണ്: No one can beat Hollywood when it comes to making films with animals in them. അപ്പോൾ ഇതാണ് ടോപ്പിക് സെൻറ്റൻസ്, ഫസ്റ്റ് സെൻറ്റൻസ് തന്നെയാണത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ആനിമൽസിനെ ഉപയോഗിച്ചുകൊണ്ട് സിനിമ നിർമ്മിക്കുന്ന കാര്യത്തിൽ ഹോളിവുഡിനെ വെല്ലാൻ മറ്റ് സിനിമകൾക്ക് കഴിയില്ല, അതാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ പാർട്ടായിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ തന്നെ. How many examples are given to support the topic sentence? What are they? എത്ര എക്സാമ്പിൾസ് ആണ് ടോപ്പിക് സെൻറ്റൻസിനെ സപ്പോർട്ട് ചെയ്യാൻ കൊടുത്തിട്ടുള്ളത് ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ? വാട്ട് ആർ ദേ? അവ ഏതെല്ലാമാണ്? അപ്പോൾ ആൻസർ ഇതാണ് 2. 2 എക്സാമ്പിൾസ് ആണ് ടോപ്പിക് സെൻറ്റൻസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഫസ്റ്റ് പാരഗ്രാഫിൽ ഉള്ളത്. അത് ഏതെല്ലാമാണ്? ഫസ്റ്റ് എക്സാമ്പിൾ: An Alsatian called Rin Tin Tin acted amazingly in a Hollywood film. അതായത് എന്താണ് ഇതിനർത്ഥം? ഒരു അൽസേഷ്യൻ, റിൻ ടിൻ ടിൻ എന്നാണ് ആ അൽസേഷ്യൻ്റെ പേര്. ആ അൽസേഷ്യൻ ഡോഗ് അത് മനോഹരമായിട്ട്, അമേസിംഗ്ലി, അത്ഭുതകരമായിട്ട് എന്താണ് ഒരു ഹോളിവുഡ് ഫിലിമിൽ അഭിനയിച്ചു എന്നുള്ളതാണ് ഫസ്റ്റ് എക്സാമ്പിൾ. സെക്കൻഡ് എക്സാമ്പിൾ എന്താണ്? എ കോലി കോൾഡ് ലാസി. കോലി എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് നായയാണ്. ഇതൊക്കെ നമ്മൾ ആ ലെസൺ എടുക്കുന്ന സമയത്ത് ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. അപ്പോൾ ലാസി എന്ന പേരുള്ള കോലി എന്ന നായ അതേപോലെ തന്നെ എന്താണ്, ആക്റ്റഡ് വണ്ടർഫുള്ളി ഇൻ എ ഹോളിവുഡ് ഫിലിം. ഒരു ഹോളിവുഡ് ഫിലിമിൽ വളരെ മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് ടോപ്പിക് സെൻറ്റൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന എക്സാമ്പിൾസ് ഫസ്റ്റ് പാരഗ്രാഫിൽ കൊടുത്തിട്ടുള്ളത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡസ് ദ സെക്കൻഡ് പാരഗ്രാഫ് ഇൻട്രൊഡ്യൂസ് എ ന്യൂ ടോപ്പിക് സെൻറ്റൻസ്? രണ്ടാമത്തെ പാരഗ്രാഫ് ഫസ്റ്റ് പാരഗ്രാഫിനെ പോലെ തന്നെ ഒരു ടോപ്പിക് സെൻറ്റൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? ഇഫ് നോട്ട്, ഇല്ലെങ്കിൽ, വാട്ട് സപ്പോർട്ടിംഗ് ഡീറ്റെയിൽ അബൌട്ട് ദ ആനിമൽ ആക്ടേഴ്സ് ഓഫ് ഹോളിവുഡ് ഡു യു ഗെറ്റ് ഫ്രം ദിസ് പാരഗ്രാഫ്? ഇനി അങ്ങനെ കിട്ടുന്നില്ല എങ്കിൽ, അതായത് പുതിയ ടോപ്പിക് സെൻറ്റൻസ് സെക്കൻഡ് പാരഗ്രാഫിൽ ഇല്ല എങ്കിൽ എന്ത് സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസ് അബൌട്ട് ആനിമൽ ആക്ടേഴ്സ് ഓഫ് ഹോളിവുഡ് നിങ്ങൾക്ക് കിട്ടുന്നു ഫ്രം ദിസ് പാരഗ്രാഫ്? സെക്കൻഡ് പാരഗ്രാഫിൽ നിന്ന് എന്തെല്ലാം സപ്പോർട്ടിംഗ് ഡീറ്റെയിൽ ആണ് ലഭിക്കുന്നത്? അപ്പോൾ സെക്കൻഡ് പാരഗ്രാഫിലും പുതിയൊരു ടോപ്പിക് സെൻസ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ചിലപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞ ഒരു കാര്യത്തിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയായിരിക്കും. അപ്പോൾ എന്താണ് ആൻസർ? നോ എന്നാണ്. അപ്പോൾ പുതിയൊരു
ടോപ്പിക് സെൻറ്റൻസ് സെക്കൻഡ് പാരഗ്രാഫിൽ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞ ആ ഒരു കാര്യം തന്നെ വളരെ വിശദീകരിച്ച് തന്നെയാണ് സെക്കൻഡ് പാരഗ്രാഫിലും വരുന്നത്. ഇനി എന്ത് അഡീഷണൽ ഇൻഫർമേഷൻ ആണ് കൊടുക്കുന്നത്, സപ്പോർട്ടിംഗ് ഡീറ്റെയിൽ ആണ് കൊടുക്കുന്നത് നോക്കാം. സം ഹോളിവുഡ് ആനിമൽ ആക്ടേഴ്സ് ഹാവ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഡ്യൂപ്സ്. ഓക്കെ, അപ്പോൾ ചില ഹോളിവുഡ് ആനിമൽ ആക്ടേഴ്സിന് എന്തുണ്ട്, ഡ്യൂപ്സ് ഉണ്ട്. അപ്പോൾ മനുഷ്യനായിട്ടുള്ള ആക്ടേഴ്സിന് മാത്രമല്ല, ഹ്യൂമൻ ആക്ടേഴ്സിന് മാത്രമല്ല, ആനിമൽ ആക്ടേഴ്സിനും എന്തുണ്ട്, ഡ്യൂപ്പ് ഉണ്ട്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ മറ്റൊരു ക്വസ്റ്റ്യൻ, വാട്ട് അഡീഷണൽ ഇൻഫർമേഷൻ ഡു യു ഗെറ്റ് അബൌട്ട് സ്റ്റാൻഡിൻസ് ഡ്യൂപ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് അഡീഷണൽ ഇൻഫർമേഷൻ ആണ് ലഭിക്കുന്നത്? നിങ്ങൾക്കറിയാം ഡ്യൂപ്പ് എന്താണെന്നൊക്കെ. എ സ്റ്റാൻഡിൻ ഈസ് യൂഷ്വലി എ പേഴ്സൺ ഹു ഈസ് ഫിസിക്കലി സിമിലർ ടു ദ റിയൽ ഹീറോ. സ്റ്റാറിൻ്റെ രൂപസാദൃശ്യമുള്ള ഒരു വ്യക്തിയാണ് സ്റ്റാൻഡിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ഘട്ടത്തിലാണ് സ്റ്റാൻഡിൻ ഉപയോഗിക്കാറുള്ളത്? സാധാരണയായിട്ട് വളരെ സാഹസിക രംഗങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ ഹീറോനെ അതിന് ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ ഹീറോക്ക് കഴിയാത്ത അവസ്ഥ വരും. അപ്പോൾ സ്റ്റാൻഡിനെ ഉപയോഗിക്കും. ഓക്കെ, അതല്ലെങ്കിൽ ചിലപ്പോൾ കൂടുതൽ പെർഫെക്ഷന് വേണ്ടിയൊക്കെ സ്റ്റാൻഡിനെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ക്ലോസപ്പ് ഷോട്ട് മുഖത്തേക്കൊന്നും കൊണ്ടുവരില്ല. അങ്ങനെ ആകുമ്പോൾ മനസ്സിലാവും അത് ഹീറോ അല്ല, അതൊരു സ്റ്റാൻഡിനാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ക്യാമറ ഒക്കെ വളരെ വിദഗ്ധമായിട്ട് ആയിരിക്കും ആ സമയത്ത് എന്താ ചെയ്യുക, ഈ ഒരു കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിൽ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പസിലിംഗ് ഇൻസിഡൻറ്റ് ഡിസ്ക്രൈബ്ഡ് ഇൻ പാരഗ്രാഫ് 3? പാരഗ്രാഫ് 3യിൽ ഡിസ്ക്രൈബ് ചെയ്യപ്പെട്ടിട്ടുള്ള പസിലിംഗ്, കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഇൻസിഡൻറ്റ് എന്താണ്? ആൻസർ നോക്കാം. When the cameraman shouted to everyone to take their positions, the dog, the protagonist of the film, remained where it was. അപ്പോൾ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ റിഹേഴ്സലൊക്കെ ഉണ്ടാവും അല്ലേ, അതായത് ഇതെങ്ങനെ എവിടെ വെക്കണം, ആക്ടേഴ്സ് എവിടെ നിൽക്കണം എന്നൊക്കെ. അപ്പോൾ ഇതിന് മുൻപായിട്ട് ക്യാമറാമാൻ എന്ത് ചെയ്തു, എല്ലാവരോടും ഉറക്കെ പറഞ്ഞു, എല്ലാവരും അവരുടെ പൊസിഷനിൽ പോയി നിൽക്കാൻ. എല്ലാവരും റെഡിയായി. പക്ഷേ ആ ഒരു പ്രത്യേക സിനിമ, ഏത് സിനിമയാണെങ്കിൽ ആ സിനിമയിലെ പ്രൊട്ടഗണിസ്റ്റ് ആയിട്ടുള്ള, സെൻട്രൽ ക്യാരക്ടർ ആയിട്ടുള്ള ഒരു ഡോഗ് എന്ത് ചെയ്തു, അതവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അതായത് അത് ക്യാമറാമാൻ്റെ ഇൻസ്ട്രക്ഷൻ കേൾക്കുന്നില്ല. ഓക്കെ, എവിടെയാണോ ഡോഗ് നിന്നിരുന്നത് അവിടെ തന്നെ റിമെയിൻ ചെയ്യുകയാണ് ചെയ്തത്. അതൊരു പസിലിംഗ് ഇൻസിഡൻ്റ് ആണ് എന്നാണ് ഇവിടെ ഓഥർ പറയുന്നത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിൽ തന്നെ ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഇൻസിഡൻറ്റ് ഷോസ് ദാറ്റ് ദ ആനിമൽ ആക്ടേഴ്സ് ഇൻ ഹോളിവുഡ് വർ ട്രീറ്റഡ് വിത്ത് റെവറൻസ് എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റ് ആണ്, ബഹുമാനം. അപ്പോൾ ഏത് ഇൻസിഡൻ്റ് ആണ് ഹോളിവുഡ് സിനിമയിൽ ആനിമൽ ആക്ടേഴ്സ് വളരെ ബഹുമാനപൂർവ്വം അവരെ ട്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്? ആൻസർ നോക്കാം. വെൻ റോയ് സോ ആനിമൽ ആക്ടേഴ്സ് ഹാവിംഗ് ഹ്യൂമൻ സ്റ്റാൻഡിൻസ്, he understood that the animal actors in Hollywood were treated with reverence. ഇവിടെ ആനിമൽ ആക്ടേഴ്സിനും സ്റ്റാൻഡിൻസും ഉണ്ടെന്ന് പറഞ്ഞു, ഡ്യൂപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചില ആനിമൽ ആക്ടേഴ്സിന് ഇവിടെ എന്താണ്, ഹ്യൂമൻ സ്റ്റാൻഡിൻസ് ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ നോക്കുക, എത്രത്തോളം റെഫറൻസ് ആണ് അവർക്ക് കിട്ടുന്നത്, എത്രത്തോളം റെസ്പെക്റ്റ് ആണ് അവർക്ക് കിട്ടുന്നത്. ആ ഒരു സംഭവത്തിലൂടെ റോയ്ക്ക് മനസ്സിലായി ഹോളിവുഡിലെ ആനിമൽ ആക്ടേഴ്സിന് നല്ല റെഫറൻസ് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം. ഇനി തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. What were the difficulties Alfred Hitchcock had to face while making the film Birds? അപ്പോൾ ആൽഫ്രഡ് ഹിച്ച്കോക്കിൻ്റെ ബേർഡ്സ് എന്ന് പറഞ്ഞ സിനിമ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ലെസൺ എടുക്കുന്ന സമയത്ത്. അപ്പോൾ ബേർഡ്സ് എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആൽഫ്രഡ് ഹിച്ച്കോക്കിന് നേരിടേണ്ടി വന്ന ഡിഫിക്കൽട്ടീസ്, ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമായിരുന്നു? ആൻസർ നോക്കാം. When Alfred Hitchcock was making the film Birds, he needed a variety of birds. അപ്പോൾ വൈവിധ്യമാർന്ന രീതിയിലുള്ള ബേർഡ്സിനെ ആൽഫ്രഡ് ഹിച്ച്കോക്കിന് ബേർഡ്സ് എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിരുന്നു. ബട്ട് വാട്ട് വാസ് റിക്വയർഡ് ഇൻ ദ ലാർജസ്റ്റ് നമ്പർ, ഏറ്റവും കൂടുതൽ ലാർജസ്റ്റ് നമ്പർ വേണ്ടിയിരുന്നത് എന്തായിരുന്നു? വാസ് ട്രെയിൻഡ് റേവൻസ്. ട്രെയിൻഡ് ആയിട്ടുള്ള റേവൻസ്, കാക്കകളെ ആയിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടിയിരുന്നത്. പക്ഷികളെ ട്രെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ ട്രെയിൻ ചെയ്യുന്നതിനേക്കാൾ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് റേവൻസ് ഒക്കെ ആണെങ്കിൽ നോക്കൂ, ഒരു പാരറ്റിനേക്കാൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്, അതാണ് അദ്ദേഹം നേരിട്ട ബുദ്ധിമുട്ട്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹൗ ഡിഡ് ഹിച്ച്കോക്ക് മാനേജ് ടു ഗെറ്റ് എ ലാർജ് നമ്പർ ഓഫ് റേവൻസ് ഫോർ ഹിസ് ഫിലിം? അപ്പോൾ അദ്ദേഹത്തിന് സിനിമയായ ബേർഡ്സ് എന്ന ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ലാർജ് നമ്പർ ഓഫ് റേവൻസിനെ കിട്ടി. അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇത് എങ്ങനെയാണ് കിട്ടിയതെന്ന് നോക്കാം. എങ്ങനെയാണ് കിട്ടിയത്, അതാണ് ക്വസ്റ്റ്യൻ. ആൻസർ, നോട്ടീസസ് were placed as instructed by Hitchcock in the press all over the United States. US പത്രങ്ങളിലൊക്കെ പരസ്യം കൊടുത്തു.
asking people to contact the filmmaker if they knew how to get hold of trained ravens. അപ്പോൾ ട്രെയിൻഡ് റേവൻസിനെ ആരുടെയെങ്കിലും കയ്യിലുണ്ട് എങ്കിൽ ഇവിടെ ഫിൽം മേക്കറിനെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആഡ് കൊടുത്തു, എല്ലാ പത്രങ്ങളിലും കൊടുത്തു US. അങ്ങനെയാണ് അദ്ദേഹത്തിന് ലാർജ് നമ്പർ ഓഫ് ട്രെയിൻഡ് റേവൻസിനെ കിട്ടിയത്. 5th question. What is described as pretty impressive? ഇപ്പോൾ പ്രെറ്റി ഇംപ്രസീവ് എന്നൊരു എക്സ്പ്രഷൻ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ടെക്സ്റ്റിൽ. അത് ഏതൊരു കാര്യത്തെയാണ് ഉദ്ദേശിക്കുന്നത്? ആൻസർ നോക്കാം. ദ ആക്ട് ഓഫ് പേർച്ചിങ് ഓഫ് ട്രെയിൻഡ് റേവൻസ് ഓൺ എ സ്പെസിഫൈഡ് സ്പോട്ട് ഓൺ ദ അറ്റ് ദ ഓർഡർ ബൈ ദ ട്രെയിനർ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് പ്രെറ്റി ഇംപ്രസീവ്. എന്താണ്? ദ ആക്ട് ഓഫ് പേർച്ചിങ്, ഇവിടെ വന്നിരിക്കുക, അതാണ് പേർച്ചിങ്. ഇവിടെ ബേർഡ്സ് ഇരിക്കുന്നതിനാണ്, നമ്മൾ ഇരിക്കുമ്പോഴല്ല കേട്ടോ, ബേർഡ്സ് ഇരിക്കുമ്പോഴാണ് ഇതിന് പേർച്ച് എന്ന് പറയാം. പേർച്ചിങ് ഓഫ് ട്രെയിൻഡ് റേവൻസ്, ട്രെയിൻ ചെയ്യപ്പെട്ടിട്ടുള്ള റേവൻസ് ഇരിക്കുക എവിടെ? ഓൺ എ സ്പെസിഫൈഡ് സ്പോട്ട്, ഒരു പ്രത്യേക സ്ഥലത്ത്. അറ്റ് ദ ഓർഡർ ബൈ ദ ട്രെയിനർ, ട്രെയിനർ നൽകുന്ന ഓർഡറിനനുസരിച്ച് ഒരു കൂട്ടം ട്രെയിൻഡ് റേവൻസ് അവിടെ പോയി ഇരിക്കുമ്പോൾ, അവിടെ പേർച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു കാര്യം വളരെ ഇംപ്രസീവ് ആണല്ലേ. ആ ഒരു കാര്യത്തെയാണ് പ്രെറ്റി ഇംപ്രസീവ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. Question number 6. Identify the main topic of the article from paragraph 8. Paragraph 8-ൽ പറഞ്ഞിട്ടുള്ള മെയിൻ ആർട്ടിക്കിൾ എന്താണെന്നാണ് ചോദ്യം. ആൻസർ: ഷൂട്ടിംഗ് വിത്ത് എ ടൈഗർ ഇൻ ദ ഫിലിം ഗൂപ്പി ഗൈൻ ബഗാബൈൻ. ഓക്കെ, അപ്പോൾ ടൈഗർ വെച്ചിട്ട്, ഒരു ടൈഗറിനെ ഉപയോഗിച്ചുകൊണ്ട് ഗൂപ്പി ഗൈൻ ബഗാബൈൻ എന്ന് പറയുന്ന ബംഗാളി ഫിലിമിൽ ഉപയോഗിച്ചിട്ടുണ്ട് ആ ടൈഗറിനെ. ആ ഒരു കാര്യമാണ് മെയിൻ ടോപ്പിക്. ഓക്കെ, ഈ പാരഗ്രാഫ് 8-ൽ പറഞ്ഞിട്ടുള്ളത്. 7. വാട്ട് അതർ ഡീറ്റെയിൽസ് ആർ ഗിവൺ അബൌട്ട് ദ ടോപ്പിക് ഇൻ ദ പാരഗ്രാഫ്. സെയിം പാരഗ്രാഫിൽ എന്തെല്ലാം അതർ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്? ആൻസർ: ഹൗ ദ ടൈഗർ സിംപ്ലി വാക്സ് ഇൻ ദ സീൻ. അപ്പോൾ ആ ഒരു സീനിൽ എന്താണ്? ടൈഗർ ഇങ്ങനെ സിമ്പിളായിട്ട് നടക്കണം, അതാണ് ഒരു കാര്യം അതിൽ പറയുന്നത്. ബി എന്താണ്? സെക്കൻഡ് വൺ, ഹൗ ഗൂപ്പി ആൻഡ് ബഗ, അത് 2 ക്യാരക്ടേഴ്സാണ് ആ സിനിമയിലുള്ള, നിങ്ങൾക്കറിയാം. ഹൗ ഗൂപ്പി ആൻഡ് ബഗ ആർ ടെറിഫൈഡ് സീയിങ് ദ ടൈഗർ. ടൈഗറിനെ കണ്ടിട്ട് എന്താണ്? ഗൂപ്പിയും ബഗയും ടെറിഫൈഡ് ആവുകയാണ്, ഭയപ്പെടുകയാണ്. അപ്പോൾ ഈ 2 സീനാണ്. അപ്പോൾ കടുവ വളരെ കൂളായിട്ട് നടക്കുന്നു, ഈ 2 ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യുന്നു? കടുവയെ കണ്ട് ഭയക്കുന്നു. അപ്പോൾ ഇതാണ് സീനിൽ വരുന്നത്. അതാണ് പാരഗ്രാഫിൽ പറയുന്ന അതർ ഡീറ്റെയിൽസ്. ക്വസ്റ്റ്യൻ നമ്പർ 8. ഹൗ ഡിഡ് റായ് മാനേജ് ടു ഗെറ്റ് എ ടൈഗർ? റായ്ക്ക് എങ്ങനെയാണ് ഒരു ടൈഗറിനെ കിട്ടിയത് സിനിമയിൽ ഉപയോഗിക്കാൻ? ആൻസർ: റായ് അപ്രോച്ച്ഡ് ദ മാനേജർ ഓഫ് ഭരത് സർക്കസ് ആൻഡ് റിക്വസ്റ്റഡ്. അപ്പോൾ റായ് എന്ത് ചെയ്തു? ഭരത് സർക്കസിലെ മാനേജറിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്, എന്നിട്ട് റിക്വസ്റ്റ് ചെയ്തു. വളരെ ഷോർട്ടാക്കിയിട്ടാണ് ഈ ആൻസറൊക്കെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അത് ഇങ്ങനെ ലെങ്ത് ഇതൊരു മെയിൻ കാര്യമാണ് ഈ ഒരു ആൻസറിലൊക്കെ ഉള്ളത്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ നിങ്ങൾക്ക് വളരെ സെൻറ്റൻസ് ആയിട്ട് എഴുതാം. നിങ്ങൾ ഫുൾ സെൻറ്റൻസ് ആയിട്ട് ദാറ്റ്സ് ഹൗ ഐ മാനേജ് ടു ഗെറ്റ് എ ടൈഗർ, അങ്ങനെ മുഴുവൻ സെൻറ്റൻസ് ആയിട്ട് നിങ്ങൾ എഴുതണം. ഓക്കെ, അതിൽ ഉൾപ്പെടുത്തേണ്ട മെയിൻ കാര്യം മാത്രമേ ഈ ആൻസറിലൊക്കെ ഉള്ളൂ, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 9. വാട്ട് ഈസ് ദ റോൾ ഓഫ് എ റിംഗ് മാസ്റ്റർ ഇൻ എ സർക്കസ്? ഒരു സർക്കസിലെ റിംഗ് മാസ്റ്ററിന്റെ റോൾ എന്താണ്? എ റിംഗ് മാസ്റ്റർ ഇസ് ഇൻ എ സർക്കസ് ട്രെയിൻസ് ആൻഡ് മേക്സ് ദ ആനിമൽസ് പെർഫോം ഇൻ ഷോസ്. അപ്പോൾ ഒരു റിംഗ് മാസ്റ്റർ, സർക്കസിലെ റിംഗ് മാസ്റ്റർ എന്ത് ചെയ്യുന്നു? ട്രെയിൻ ചെയ്യുന്നു. അതുപോലെ തന്നെ ആനിമൽസിനെ എന്ത് ചെയ്യുന്നു? ഷോകളിൽ പെർഫോം ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ 2 കാര്യമാണ്. അപ്പോൾ ആനിമൽസിനെ ട്രെയിൻ ചെയ്യുന്നുമുണ്ട്, അതേപോലെ തന്നെ അവയെ ഷോകളിൽ പെർഫോം ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളതാണ് റിംഗ് മാസ്റ്ററിൻ്റെ ഡ്യൂട്ടി. ക്വസ്റ്റ്യൻ നമ്പർ 10. വാട്ട് വർ ദ ഡിഫിക്കൽട്ടീസ് ഫേസ്ഡ് ഇൻ ബ്രിങ്ങിങ് ദ ടൈഗർ ബിഫോർ ദ ക്യാമറ? ക്യാമറയ്ക്ക് മുമ്പിൽ ടൈഗറിനെ കൊണ്ടുവരാൻ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണെന്ന്? ദ ടൈഗർ ഷുഡ് ബി ലെറ്റ് ഫ്രീ ആൻഡ് ദ ട്രെയിനർ ഷുഡ് നോട്ട് ബി സീൻ ബിഫോർ ദ ക്യാമറ. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് വേണ്ടിയിരുന്നത്? ടൈഗറിൻ്റെ കഴുത്തിൽ കയറോ മറ്റുള്ള കയറൊന്നും പാടില്ല, ഫ്രീ ആയിട്ട് അതിനെ വിടണം. ഓക്കെ, അത് വളരെ ഡേഞ്ചറാണ്, നിങ്ങൾക്കറിയാം. അതിനോടൊപ്പം തന്നെ അതിൻ്റെ ട്രെയിനർ എന്താണ് ഈ ടൈഗറിൻ്റെ അടുത്ത് ഉണ്ടാവാനും പാടില്ല. ട്രെയിനർ ഷുഡ് നോട്ട് ബി സീൻ ബിഫോർ ദ ക്യാമറ. ക്യാമറയിൽ ട്രെയിനറിനെ കാണാനും പാടില്ല, വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ടൈഗറിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുമെന്ന് പറയുന്ന ഒരു വലിയ ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് 10 questions. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോ ക്വസ്റ്റ്യൻ നമ്പർ 11 തൊട്ട് 22 വരെ നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ ഈസി ഇംഗ്ലീഷ് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ, കാരണം ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്.